നമസ്കാരം പ്രേക്ഷകരെ, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി യുവതികളെ സംഘം കെണിയിൽപ്പെടുത്തിയിട്ടുള്ളതായാണ് സൂചന. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. വീണ്ടും സ്വാഗതം. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രധാന പ്രതി സിന്ധു എന്ന സ്റ്റോയ്സിയെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. കൂടുതൽ പ്രതികളെക്കുറിച്ച് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. നമുക്ക് കേസ് എടുത്തിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ട്. 3 പ്രതികൾ കിട്ടിയിട്ടുണ്ട്. വിദേശാന്വേഷണം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം. സിന്ധു ഇങ്ങോട്ട് വരട്ടെ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ നേരത്തെ ഓർഗനൈസ്ഡ് ക്രൈമും ബാക്ക്ഗ്രൗണ്ടിലെ മറ്റു കാര്യങ്ങളും പിന്നെ മറ്റേ ആർഗൺ ട്രേഡ് കേസിൽ തന്നെ നോക്കിയാൽ അറിയും. അതായത് അവരുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഒരാള് മറ്റേ സ്പാവാണ്, ഒരാൾ മെഡിക്കൽ ഷോപ്പാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ജോലി, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ തന്നെ സ്വന്തം ചെറിയ കച്ചവടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അത് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏതൊരു ഓർഗനൈസ്ഡ് ക്രൈം ഇതുപോലെ റാക്കറ്റിൽ നോക്കിയാൽ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു വാളണ്ടിയേഴ്സ് ഉള്ള കണ്ടെത്താനുള്ളതിൽ ഒരു ലാർജ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഇതിൽ നമുക്ക് നോക്കാം. ഇത് വേറെ 2 കേസേ വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കേസിൽ അറസ്റ്റിലായ അലീനയും മഞ്ജുമയും റിമാൻഡിലാണ്. അതേസമയം അലീന പരാതിക്കാരിയെ ഗുണ്ടാബന്ധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നു. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ, ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. സിന്ധുവിൽ നിന്നും ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. കേരളം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റിംഗ് നടത്തുന്നു, പലർക്കായി കാഴ്ചവെക്കുന്നു, വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സിന്ധുവിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ആ മൊഴിയിൽ, ഏറ്റവും നിർണായകമായ മൊഴിയിൽ വലിയ വലിയ വമ്പന്മാർ കുടുങ്ങുന്നൊരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുഖ്യപ്രതിയായി സംശയിക്കുന്നത് സിന്ധുവിനെയാണ്. സിന്ധു സ്റ്റോയ്സ് എന്നാണ് അവരുടെ പേര്, സിന്ധു എന്ന വിളിപ്പേരാണ്. അവരെ കൊച്ചിയിലേക്ക് വൈകിട്ടോടുകൂടി എത്തിക്കും. ഇതിനുശേഷം ഇവരൊരു ചോദ്യം ചെയ്യൽ വിശദമായി നടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ഇത് ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇവർ ഒറ്റയ്ക്ക് മാത്രമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇവർക്ക് ഈ മോഡലിംഗ് രംഗത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഒരു അവസരം നോക്കിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവരുടെ ഈ ശൃംഖലയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഇവരിലേക്ക് ജോലി അപേക്ഷിച്ചെത്തുമ്പോൾ അവർക്കുള്ള വിസ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് അത് പ്രോസസ്സ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ അത് ഏകോപനം നടത്തുക എന്നതെല്ലാമാണ് സിന്ധു ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സിന്ധുവിനും മുകളിൽ ഒരാളുണ്ടായിരിക്കാം. സിന്ധുവിൽ മാത്രം വിരിഞ്ഞ ഒരു ബുദ്ധി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു കുതന്ത്രമൊന്നും ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഒരു വിദേശ രാജ്യത്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ അവിടെ അവർക്ക് ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകാം. 2 പേരെ കൂടി അവിടെ നിന്ന് പിടികിട്ടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവരെ 2 പേരെ കൂടി നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇവർ ആരെല്ലാമാണ്, അവരുടെ ബന്ധങ്ങൾ എന്താണ്, ഇതെല്ലാം അറിയേണ്ടത് ഇനി സിന്ധുവിൽ നിന്നാണ്. കാരണം സിന്ധുവിലൂടെ മാത്രമേ അത്തരം ഒരു ആളുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. അതുകൊണ്ട് സിന്ധുവിൻ്റെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ അറസ്റ്റിലായവരിൽ ഈ സിന്ധുവാണ് ഇതിൽ വളരെ ഒരു ഇവരുടെ എല്ലാം ഇടതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പറയാൻ കഴിയുക. ഈ സിന്ധുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകം തന്നെയാണ്. ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്നത് പോലീസ് പറയുന്നത് ഈ ഇൻസ്റ്റാ റീലുകളിലൂടെയും മറ്റും പലരെയും തന്നെ ആകർഷിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മോഡലിംഗ് രംഗമെല്ലാം തന്നെ വളരെ തിരക്ക് പിടിച്ച ഒരു സാധ്യതകളുള്ള ഒരിടമായിട്ടാണ് പലരും തന്നെ കാണുന്നത്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട്, അല്ലാതെയും ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. അപ്പോൾ
ഇവർ മറ്റ് പല ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു ഇത്തരം റീലുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നതെന്നാണ് പോലീസ് ഭാഷ്യം. അങ്ങനെയാണ് പലരും തന്നെ ഇതിൽ കുടുങ്ങിയതെന്ന് ഈ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അവരെ അവിടേക്ക് എത്തിച്ചതിനു ശേഷം മയക്കുമരുന്ന് നൽകിയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും പിന്നീട് അത് ചിത്രീകരിക്കുകയും അവരെ അവിടെ തുടരാൻ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവർ ബന്ധുക്കൾക്കായി വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ രീതിയിലെല്ലാമായിരുന്നു ഇവരുടെ പ്രവർത്തനം. പക്ഷേ ഈ പരാതിയിൽ പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വശം, അവിടെ ഇവർ ചെല്ലുമ്പോൾ മറ്റു പലരും ഉണ്ടായിരുന്നു, മറ്റു പല പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവർ തിരികെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുമ്പോൾ അവരെക്കുറിച്ച് മറ്റു വിവരങ്ങളില്ല. അവരെവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒരുപക്ഷെ അവരെ അപായപ്പെട്ടിരിക്കാം എന്ന സാധ്യത കൂടി അവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ അന്വേഷണം നടത്തേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഒപ്പം തന്നെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഒരു ഗുണ്ടാ ബന്ധങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. ഇവർക്ക് കൂടുതൽ അടുപ്പം, ഈ അലീനയ്ക്ക് കൂടുതൽ പരിചിതമായ ഒരു ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവർ മുഖേന ഇവരെ ഭീഷണിപ്പെടുത്തി, പരാതിക്കാരി അടക്കം ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് തങ്ങളുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പരാതി നൽകിയാൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടാൻ തങ്ങൾക്ക് കഴിയുമെന്നതടക്കം അവർ ശബ്ദ സന്ദേശങ്ങളായിട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ തുടക്കത്തിൽ പരാതിക്കാർ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അവരെയും ഇതേപോലെ അടിച്ചമർത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെക്സസിൽ ഗുണ്ടാ സംഘങ്ങൾ കൂടി വരുന്നു എന്ന രീതിയിലും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഈ ഒരു പശ്ചാത്തലം കൂടി, ഈ ഒരു പരിസരം കൂടി തങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നത് പറയുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ പരിശോധനകളിലേക്ക് വരുന്നു. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിന്ധുവിനെ ചോദ്യം ചെയ്യുക. ഇതിൽ ഈ വിപുലമാണ് ഈ ഒരു റാക്കറ്റ് എന്നത് പോലീസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇരകളുണ്ടോ എന്നതാണ് ആശങ്കയുണർത്തുന്ന ആ ചോദ്യം. ഇപ്പോൾ പരാതി പുറത്തു പറയാൻ തയ്യാറായവർ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ്. പരാതിപ്പെടാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു പോയവർ ഒരുപക്ഷെ ഉണ്ടാകാം. ഒരുപക്ഷെ ഇവിടെ മാത്രമല്ലാതെ വിദേശത്തും ആ രീതിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകാം. അപ്പോൾ ഇത്തരം ആളുകളെ അതിലേക്ക് പരാതി നൽകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പരാതിക്കാർക്ക് കഴിയുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ എത്തിക്കേണ്ടതുണ്ട്. പോലീസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. കൊച്ചി DCP അശ്വതി ജിജിയാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ സിന്ധുവിനെ എത്തിച്ച ശേഷം ഉണ്ടാകും. അല്ല ഡാനി, അത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കൂടുതൽ ഇരകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കൂടുതൽ പരാതികളുമായിട്ട് രംഗത്ത് വരുമോ? ഇവരൊക്കെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും പോകുന്നത്. പലർക്കും പുറത്ത് പറയാനുള്ള പേടി. കാരണം ഇപ്പോൾ തന്നെ ഈ ഭീഷണി സന്ദേശത്തിൽ തന്നെ ഈ ഗുണ്ടയുടെ പേരുപയോഗിച്ച് പറയുക, ഞങ്ങളെ ചതിക്കുന്നത് ഓർത്തിട്ട് വേണമെന്നുള്ള ഭീഷണികൾ ഉൾപ്പെടെ കൊണ്ടുവരുമ്പോൾ ഇതാണ് നടക്കുന്നത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ കൂടി പുറത്തു വരുമ്പോൾ ഈ റാക്കറ്റിലേക്ക് നീളുന്ന ആളുകൾ അത് ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. കാരണം ഇവർ ഒന്നാമത് ഈ ഒരു ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ അവരൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഈ വീഡിയോ തന്നെ ഭയങ്കര വൈറലായിരുന്നു. ഇതിലൂടെ പോയ ഒരുപാട് പേരുണ്ടാകാം. കൂടുതൽ ഇരകളിലേക്ക് തന്നെ നീങ്ങുന്ന രീതിയിലേക്ക് തന്നെയാണോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്? നിലവിൽ അത് തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയിക്കുന്നത് ഒരുപക്ഷെ മോഡലിംഗ് അല്ലാതെയും ഇവർ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പലർക്കും അവിടെ ഏതെങ്കിലും ഒരു ജോലിയിൽ എന്നെല്ലാം തന്നെ പറഞ്ഞ് സമീപിച്ചവരുണ്ട്. അവരും ഇതുപോലെ പെട്ടിട്ടുണ്ടാകാമെന്ന് തന്നെ പോലീസ് കരുതുന്നുണ്ട്. അത് ഈ പരാതിയിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ കരുതുന്നത്. വീട്ടമ്മമാരുൾപ്പെടെയുള്ളവർ ഇതിൽ പെട്ടിട്ടുണ്ടാകാം. അതിനുള്ളൊരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അപ്പോൾ വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ചുരുക്കം പരാതിക്കാർ മാത്രമാണ് പോലീസിനെ സമീപിച്ചിട്ടുള്ളത് എന്നാണ്. ഒന്നോ രണ്ടോ പരാതിക്കാർ, 3 പേരാണ് ആ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് ഈ പരാതിക്കാർ തന്നെ പറയുന്നുണ്ട്. തങ്ങൾ അവിടെ അതിനും കൂടുതൽ ആളുകളെ കണ്ടിട്ടുണ്ട്. പലർക്കും കാര്യങ്ങൾ പുറത്തു പറയാൻ പേടിയാണ്. വലിയൊരു സംഘമാണ് ഇതിന് പിറകിലുള്ളത്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ പുറത്ത് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് എന്നതെല്ലാമാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നതും ഇതിലെല്ലാം വെളിച്ചം വീശുന്നതും ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പരാതിയുമായി വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇവരുടെ ഗുണ്ടാബന്ധങ്ങൾ മാത്രമല്ല, അവർക്ക് പല ഉദ്യോഗസ്ഥരായും അടക്കം അവർക്ക് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് പരാതി നൽകിയാൽ തങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന രീതിയിലേക്ക് അവരെല്ലാവരെയും നിശബ്ദരാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അതൊരു വലിയ കേസായിട്ട് മാറുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടിടപെടുന്നു. DCP തന്നെ ഒരു അന്വേഷണ സംഘത്തിൻ്റെ ചുമതല
തലയിലേക്ക് വരുന്നു. അപ്പോൾ വൈകാതെ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പുതിയ ചോദ്യം ചെയ്യൽ, സിന്ധുവിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ പേരുകളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം അതുണ്ടാക്കും എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. സിന്ധുവിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും കൂടുതൽ ആളുകളിലേക്ക്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇത് സിന്ധുവിനെ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് 3 സ്ത്രീകൾ മാത്രമല്ല, ഇതിന് പിന്നിൽ വേറൊരു വലിയ ഗ്യാങ് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്ന ഒരു സാഹചര്യം. പരാതികൾ 3 പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കൂടുതൽ പരാതികൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ധാരണയില്ല. പക്ഷേ ഡാനി, ഈ പരാതികൾ വന്ന് പോലീസിനോട് ഇവർ പരാതിക്കാർ പറയുമ്പോൾ പോലും വലിയ മാനസിക സംഘർഷത്തിലൂടെ തന്നെയാണ് അവരും പോകുന്നത്. സ്വാഭാവികമായിട്ടും ജോലി വാഗ്ദാനം ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ പെൺവാണിഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക, ലഹരി ഉപയോഗിച്ച് ഇട്ടുകൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മാനസിക സംഘർഷം ഒന്നുണ്ട്. മറ്റൊന്ന്, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായി ഇവർ ഇതിനകത്ത് പെട്ടുപോയി, ഈ ട്രാപ്പാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്നും വിട്ടുപോരാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ അത്രയ്ക്ക് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പരാതിയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? എന്തൊക്കെ ക്രൂരകൃത്യങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടാണ് പരാതിക്കാർ സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറയുന്നതാണ്, ഈ പരാതിയിലെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പറയുന്നതാണ്. അവരവിടെ പെട്ടുപോയവരാണ്, അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, അവർക്ക് മയക്കുമരുന്ന് നൽകിയാണ് അവിടെ പീഡിപ്പിക്കുന്നത്, അവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്, ചിലപ്പോഴെല്ലാം തന്നെ അവരെ മർദ്ദിക്കുന്നുണ്ട്, അവർക്ക് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് തീർത്തും ഒരു സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഓരോരുത്തർക്ക് തോന്നപ്പെടുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതി പോലും, ആ പരാതിക്കാരി പോലും അവിടുന്ന് ഒരു ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ നെക്സസ് ആണ്. കാരണം ഒരു വിദേശ രാജ്യത്ത് ഇങ്ങനെ ഒരു മുറികളിൽ അടക്കപ്പെട്ട, ഹോട്ടൽ മുറികളിൽ അടക്കപ്പെട്ടവരായിട്ട് അവർ പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് മറ്റൊരു ലോകവുമായിട്ട് ബന്ധമില്ല. ഉള്ളതെല്ലാം തന്നെ അവരെ ഈ രീതിയിൽ അവരെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. അത് തന്നെ ബന്ധുക്കൾക്ക് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അവർ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബന്ധുക്കൾക്കിടയിൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അവർക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ബന്ധുക്കളോട് ഇതിനെല്ലാം ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളിങ്ങനെ മോശപ്പെട്ടൊരു സാഹചര്യത്തിലാണോ അവിടെ കഴിയുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് അവരുത്തരം പറയേണ്ടി വരുന്നു. ഇവരെ ആർക്കും തന്നെ വിശ്വാസമില്ലാത്ത ആ സാഹചര്യത്തിലേക്ക് വരുന്നു. അങ്ങനെ മാനസികമായും കൂടി അവർ തകർക്കപ്പെടുകയാണ്. അതിനെ അതിജീവിച്ചു കൊണ്ടുവേണം ഇവർക്ക് പുറത്തേക്ക് വരാനായിട്ട്. അതിനെ ഒരു കരുത്തും താങ്ങുമുള്ളവർക്ക് മാത്രമേ അതിലൂടെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വന്നവരൊരു പരാതിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. അങ്ങനെ വരാൻ കഴിയാത്ത നിരവധി പേരുണ്ട് എന്നതാണ് ഈ പരാതിക്കാർ പറയുന്നത്. ഏതായാലും അവരിലേക്ക് കൂടി അന്വേഷണമല്ല, അവരെ കൂടി തേടി ചെല്ലേണ്ട ഒരു ദൗത്യം ഈ അന്വേഷണ സംഘത്തിനുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്നാണ് പറയുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ആർക്കും ഇതുമായി ബന്ധപ്പെട്ട ആർക്കും പരാതികളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. അവരുടെ ഐഡൻറ്റിറ്റി തങ്ങളത് രഹസ്യമായിട്ട് തന്നെ പൂർണ്ണമായും തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും മുന്നോട്ട് വന്നത് ഇവർക്കെതിരെ, ഈ ഒരു സംഘത്തിനെതിരെ ഇപ്പം നിങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളിലൂടെ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും പോലീസുമായി ബന്ധപ്പെടണം എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഇതാണ് സാഹചര്യം. എന്തായാലും സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും. കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസും നീങ്ങുന്നത്. നീനയും മഞ്ജുമയും റിമാൻഡിൽ തുടരുകയാണ്. സിന്ധുവിൽ നിന്നും കൂടുതൽ ഇത് ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന കൃത്യമായ നിരീക്ഷണത്തോടുകൂടി തന്നെയായിരിക്കും പോലീസിൻ്റെ നീക്കങ്ങളും ഉണ്ടാവുക. 3 പരാതികളാണ് എത്തിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ഇരയായ ആളുകൾ ഉണ്ടെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇത്രയധികം മാനസിക സംഘർഷത്തിലൂടെ പോയവർ, ജോലി വാഗ്ദാനം ചെയ്ത് അവർ നേരിടേണ്ടി വന്ന ക്രൂരകൃത്യങ്ങൾ അത് തന്നെയാണ്. ദുബായിൽ എത്തിയതിനു പിന്നാലെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി ലഹരി നൽകിയെന്നും അബോധാവസ്ഥയിലാക്കിയ ശേഷം ഒരു കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയതായും ഒരു യുവതി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയും വലിയൊരു സെക്സ് റാക്കറ്റ് കേസാണ് ഇത്. അതിൻ്റെ കൂടെ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഗുണ്ടാ നേതാവിൻ്റെ പേര് പറഞ്ഞ് പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോയും കൂടി പുറത്തു വന്നു. എന്തായാലും സിന്ധുവിനെ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ്. പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് മരിച്ച സോന തന്നെയാണെന്നാണ് സ്ഥിരീകരണം. ഒരു സ്ത്രീ പെട്രോൾ വാങ്ങി പോകുന്നതിൻ്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഈ
സോനയുടെ കേസ് അല്ലെങ്കിൽ കാറിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ സോന മരിച്ച സംഭവത്തിൽ ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ് നീങ്ങിയത്. ആ സ്ത്രീ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ സ്ത്രീയിലേക്ക് കൂടുതലായിട്ട് അന്വേഷണം നീങ്ങിയപ്പോഴേക്കും ഒരു വലിയ ട്വിസ്റ്റിലേക്ക് സാധ്യതകൾ തെളിയുകയാണല്ലേ. തീർച്ചയായും ഹരി, വലിയ കുഴപ്പിച്ച ഒരു പ്രശ്നം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ സോന മരിക്കുകയും ഭർത്താവ് രജിൻലാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പൊള്ളലേൽക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല. സാധാരണഗതിയിൽ തീപിടുത്തം അല്ലെങ്കിൽ ഓട്ടത്തിനിടെ വാഹനങ്ങൾ കത്തുമ്പോൾ ഈ വാഹനങ്ങളുടെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകളാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ പരിശോധിച്ചാൽ ഈ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കിൽ ചോർച്ചയോ അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒപ്പം ഇലക്ട്രിക് സംവിധാനങ്ങൾക്ക് തകരാറുകൾ ഉണ്ടായിരുന്നില്ല. ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നെങ്കിലും അത് വിശദമായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ ഇലക്ട്രിക് സംവിധാനങ്ങൾക്കൊന്നും തകരാറുണ്ടായിരുന്നില്ല. ഒപ്പം മറ്റൊന്ന്, ഈ സാധാരണഗതിയിൽ ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ എൻജിൻ ഭാഗത്തിന് തകരാറൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ചും റേഡിയേറ്റർ അമിതമായി ചൂടാകുമ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുകയും അത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ആദ്യ പരിശോധനയിൽ തന്നെ വ്യക്തമായി ഈ വാഹനത്തിനുള്ളിൽ നിന്നാണ് ഒരു തീ പടർന്നത് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് വാഹനത്തിനുള്ളിൽ നിന്ന് ആണ് എന്നൊരു നിഗമനം ഉണ്ടായിരുന്നു. ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ പെട്രോളിൻ്റെ ചില അംശങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചില ട്രേസുകളൊക്കെ ഈ വാഹനത്തിനുള്ളിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴും എങ്ങനെയാണ് ഈ പെട്രോൾ എത്തിയതെന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് സോനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയത്. അപ്പോൾ ഈ ശവശരീരത്തിലും ഈ പെട്രോളിൻ്റെ അംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെ ഒരു സാമീപ്യം ഉണ്ട് ഈ മരണത്തിന്, അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ചാണ് ഈ മരണം നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. പിന്നീടാണ് ഈ സോനയുടെ കുടുംബം, ഈ രജിൻലാൽ, സോനയുടെ ഭർത്താവിനെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നത്. ഇവർ ഏറെ നാൾ പ്രണയിച്ച ശേഷമാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. ആദ്യകാലത്തെ പ്രണയത്തിന് ശേഷം പിന്നീട് ഇരുവരും വേർപിരിയുന്ന ഒരു സാഹചര്യവും രജിൻലാൽ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. ഈ ഘട്ടത്തിൽ അതിനെ കൃത്യമായി എതിർത്ത ഈ സോന ആത്മഹത്യ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ പോലും നടത്തി. അത് പോലീസ് ഇടപെട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. പിന്നീട് രജിൻലാലിനെതിരെ ഈ പീഡനമടക്കമുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പരാതിയും നൽകിയിരുന്നു. പിന്നീട് ആ പരാതി നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങിയപ്പോൾ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇരുവരും തയ്യാറാവുകയും വിവാഹം കഴിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ പിന്നീട് ആ പരാതി പിൻവലിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. പക്ഷേ ആ വിവാഹശേഷവും ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലില്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 3 വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം പലതവണ ഇരുവരും തമ്മിൽ വഴക്കടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അടുത്ത കാലത്ത് 6 മാസത്തോളം ഈ സോനയുടെ വീട്ടിലാണ് സോന നിന്നത്. അതിനുശേഷം അടുത്ത കാലത്താണ് വീണ്ടും മടങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തത്. അങ്ങനെ ഇരുവരും തമ്മിൽ വലിയ ഒരു സ്വരച്ചേർച്ചയുണ്ട്. അത് പ്രത്യേകിച്ചും രജിൻലാലിന് മറ്റു ചില സ്ത്രീകളുമായി വിവാഹേതര ബന്ധം ഉണ്ട് എന്ന് സോന മനസ്സിലാക്കിയിരുന്നു. അത്തരം ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കടിച്ചിരുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ, ബന്ധുക്കളൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഏറ്റവും നിർണായകമായി മാറിയത് ഈ മരണം നടന്ന ദിവസം, അല്ലെങ്കിൽ ഈ കാറ് പൊട്ടിത്തെറിച്ച് സോന മരിച്ച ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സോനയുടെ ഒരു യാത്രാപഥമാണ് ഇതിലേറെ സംശയകരമായി മാറിയത്. പ്രത്യേകിച്ചും അന്ന് രാവിലെ മുതൽ സോനയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഈ സഹോദരിയുടെ മകളുമായി ഇടപഴകുകയും പിന്നീട് ഉച്ചതിരിഞ്ഞ് അവർ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി പേരാമ്പ്ര ടൗണിൽ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള ഇടങ്ങളിൽ പോവുകയും ചെയ്തു. പിന്നീട് ആ വഴിയിൽ വെച്ചാണ് അവിടെ തന്നെയുള്ള ഒരു പമ്പിൽ നിന്നും, പെട്രോൾ പമ്പിൽ നിന്നും ഒരു കന്നാസിനകത്ത് പെട്രോൾ വാങ്ങി സോന പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ ദൃശ്യത്തിൽ നിന്നും സോനയാണ് എന്ന ഒരു ഏകദേശ രൂപം പോലീസിന് കിട്ടിയെങ്കിൽ പോലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ അനിവാര്യമായിരുന്നു. അത് വളരെ വിശദമായി പോലീസ് പരിശോധിക്കുകയും സോനയുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവരടക്കം സമ്മതിച്ചു ഇത് സോനയാണ്, അല്ലെങ്കിൽ സോനയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ നിന്നാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു പിന്നിൽ ഒരു ആത്മഹത്യ പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന ഒരു സംശയം പോലീസിന് വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പായ ശേഷം പിന്നീട് ഈ രജിൻലാലിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആദ്യ ദിനങ്ങളിൽ അദ്ദേഹത്തിന് 60% പൊള്ളലേറ്റതുകൊണ്ട് തന്നെ മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് രജിൻലാലിൻ്റെ മൊഴിയെടുത്തത്.
റിജിൻലാലിൻ്റെ മൊഴിയിൽ ഈ വാഹനത്തിൽ പെട്രോളുമായി സോന വന്നിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. കാരണം പെട്രോൾ കൊണ്ടുവന്ന ക്യാനിൻ്റെ അടപ്പ് പുറത്തേക്ക് എടുത്തപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ ഒരു പെട്രോളിൻ്റെ ഗന്ധം നിറയുകയും എവിടെ പെട്രോൾ അല്ലെങ്കിൽ എന്താണ് പുറകിലെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ആ നിമിഷം തന്നെ സ്വന്തം ശരീരത്തിലേക്ക് ഈ പെട്രോൾ ഒഴിച്ച് അവർ തീ കൊളുത്തുന്ന അവസ്ഥയിലേക്ക് വരികയായിരുന്നു. ഈ റിജിൻലാലിനെ ലക്ഷ്യമിട്ടും ഈ പെട്രോളിൻ്റെ ഒരു ഭാഗം ഒഴിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവസാനിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഭർത്താവുമായുള്ള നിരന്തരമായ കലഹങ്ങൾക്കൊടുവിൽ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചതാണോ അല്ലെങ്കിൽ ഭർത്താവിനെ കൂടി വകവരുത്തി ജീവനെടുക്കാനുള്ള ഒരു നീക്കമാണോ സോന നടത്തിയത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചാണ് അന്ന് രാവിലെ മുതൽ സോനയുടെ ഓരോ നീക്കങ്ങളും എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ സംശയമില്ല. പ്രത്യേകിച്ചും ഈ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വൈകുന്നേരം മാതൃ സഹോദരിയുടെ മകളോടൊപ്പം വരുമ്പോഴും ഇവർ വ്യത്യസ്തമായാണ് കടകളിൽ കയറിയത്. ഒരാൾ ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങുമ്പോൾ അടുത്തയാൾ മറ്റൊരു കടയിൽ കയറി സാധനം വാങ്ങുന്ന ഒരു രീതിയിൽ, അതായത് രണ്ടുപേരും ഒന്നിച്ചാണ് പോയെങ്കിലും ഒരേപോലെയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയത്. ഇതിന് ഇടയ്ക്ക് എപ്പോഴോ ആണ് ഈ പെട്രോൾ ക്യാനിൽ വാങ്ങി അതൊരു കൂടിനകത്താക്കി വെക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആ യുവതിയും ഈ പെട്രോൾ വാങ്ങി അല്ലെങ്കിൽ എന്തിന് പെട്രോൾ വാങ്ങി എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രമൊന്നും വ്യക്തമല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആകെത്തുകയായി, അതായത് പ്രണയകാലം മുതൽ മുന്നോട്ട് വന്നിരുന്ന വഴക്കടിക്കൽ അല്ലെങ്കിൽ ഭർതൃഗൃഹത്തിലെത്തിയ ശേഷം അവർക്ക് നേരെ ഉണ്ടായ കടുത്ത ഒരു പീഡനം, അവഗണന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു കുട്ടിയാവാർ ആയി അല്ലെങ്കിൽ 6 മാസം ഗർഭിണിയായിട്ട് പോലും ഭർത്താവ് താൻ വിചാരിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നില്ല എന്നത് അങ്ങേയറ്റം വലിയ ഒരു മാനസിക വ്യഥ ഈ സോനയ്ക്ക് സൃഷ്ടിച്ചിരിക്കാം എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണ് സ്വയം ജീവനെടുക്കാൻ എന്ന രീതിയിലേക്ക് പെട്രോളും വാങ്ങി ആശുപത്രിയിൽ നിന്ന് മടങ്ങും വഴി അവർ ആ ഒരു സാഹസം അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുങ്കൈ കാട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ നിഗമനത്തിലെത്താൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. പക്ഷേ ചിലപ്പോൾ ഇതിലെന്തെങ്കിലും മറ്റു ട്വിസ്റ്റുകളുണ്ടോ, അല്ലെങ്കിൽ റിജിൻ തന്നെയാണോ ഈ പെട്രോൾ വാങ്ങിപ്പിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പോൾ റിജിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊള്ളലിന് ചികിത്സയിൽ കഴിയുകയാണ്. ഹരി. അനീഷ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ പ്രധാനമായും ചോദിക്കാം. ഒന്ന്, സോന ഈ വഴക്കിട്ടതിനെ തുടർന്ന് പിൻസീറ്റിലേക്ക് മാറുന്നു. ഇതേ രീതിയിൽ സോന എന്തോ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെയാണ് ഇത് ആത്മഹത്യയായിരിക്കാം, അല്ലെങ്കിൽ രജനെ കൂടെ വകവരുത്താം എന്നിട്ട് സ്വയം മരിക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു പ്ലാൻഡ് ആയിട്ട് നടത്തിയതായിരിക്കാം സോന എന്നുള്ളൊരു ചോദ്യവും നിഗമനവും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. 2, രജിൻ്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഏകദേശം അദ്ദേഹത്തിന് പൊള്ളലേറ്റ സാഹചര്യം കാരണം അദ്ദേഹം ദിവസം ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ പോകുന്നു എന്നുള്ള ചോദ്യം. 3, സോനയുടെ കുടുംബം ആരോപിക്കുന്നത് ഇത് തന്നെയാണല്ലോ, അതായത് ഭർത്താവിൽ നിന്നുമുണ്ടായ മോശം അനുഭവങ്ങൾ, ഈ പരസ്ത്രീ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണോ സോനയുടെ കുടുംബം ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്? ഹരി, റിജിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 60% പൊള്ളലെന്ന് പറയുമ്പോൾ കാര്യമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ഈ പുറമേക്ക് പൊള്ളലിൻ്റെ വലിയ കാര്യങ്ങൾ പ്രകടമായില്ലെങ്കിൽ പോലും ഈ പൊള്ളലേറ്റാൽ അണുബാധ ഏൽക്കാനുള്ള, ആന്തരിക അവയവങ്ങൾക്ക് മറ്റുമൊക്കെ അണുബാധ ഏൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു പൂർണ്ണമായി ഒരു സൗഖ്യം എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഗുരുതരമായി തന്നെ തുടരുന്നു. ആദ്യ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണമായും അതൊരു പൂരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയുണ്ട്. കാരണം ഈ സോന സ്വമേധയാ പെട്രോൾ വാങ്ങി വാഹനത്തിനുള്ളിൽ വെച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ റിജിൻലാൽ ഈ സോനയെ കൊണ്ട് പെട്രോൾ എന്തെങ്കിലും കാര്യത്തിന് വാങ്ങിപ്പിച്ച് വാഹനത്തിൽ വെച്ചതാണോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഒരു വശത്തു നിന്നുള്ള കഥകളാണിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും റിജിനാണ് അത് മൊഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നയാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് കൊടുക്കാൻ പറ്റുന്നത്. സോന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തേക്കോ മറ്റോ എറിഞ്ഞ് അല്ലെങ്കിൽ മനഃപൂർവ്വം സോനയെ പുറകിലത്തെ സീറ്റിൽ കയറ്റിയതാണോ, അല്ലെങ്കിൽ സോന സ്വമേധയാ പുറകിലത്തെ സീറ്റിൽ നിന്ന് ഈ റിജിൻ കാണാതെ പെട്രോൾ ഒഴിച്ച ശേഷം
പെട്ടെന്ന് ജീവനൊടുക്കാനും അയാളെ വകവരുത്താനും തീരുമാനിച്ചതാണോ എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇതിൽ കൂടുതൽ മൊഴിയെടുക്കലുകൾ, ചോദ്യം ചെയ്യലുകളൊക്കെ ആവശ്യമായി വരും. സോന എന്തിന് പെട്രോൾ വാങ്ങി എന്നതിനൊരു കൃത്യമായ ഉത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് വൈകാതെ പോലീസ് എത്തുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും ഇരുവരും പരസ്പരം അവിശ്വാസം ആരോപിച്ചിരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ചും ഈ റിജിന് ഒരുപാട് സ്ത്രീകളുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്നാണ് ഈ സോന കണ്ടെത്തിയത്. അത് നേരത്തെ ഈ വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വിവാഹബന്ധം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു വഴിയിലേക്ക് റിജിൻ പോകാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് യുദ്ധം ചെയ്താണ്. അതായത് ആത്മഹത്യാ ശ്രമം നടത്തുന്നു, പോലീസിൽ കേസ് കൊടുക്കുന്നു, പിന്നീട് കോടതിയിലും മറ്റുമൊക്കെ ഈ കേസ് പോകുമ്പോൾ അവസാനം ഒത്തുതീർപ്പാക്കിയൊക്കെ റിജിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നീട് തൻ്റെ കയ്യിൽ നിന്നും ഭർത്താവ് വഴുതി പോകുന്നു എന്ന ഒരു തോന്നൽ അവരെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരിക്കാം. ഒപ്പം ഈ സോനയുടെ മുകളിലും ചില അവിശ്വാസങ്ങൾ റിജിൻ രേഖപ്പെടുത്തിയെന്ന ചില വിവരങ്ങളും നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് 6 മാസം ഗർഭിണിയായ സ്ത്രീയാണ് അവർ. അവരുടെ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലി പോലും ഈ ചില സംശയങ്ങൾ ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു. DNA പരിശോധന നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം ആത്മാഭിമാനത്തിന് വ്രണപ്പെട്ട് ഒരു കരുതലോ സുരക്ഷയോ ഭർത്താവിൽ നിന്നും സ്നേഹമോ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അറ്റകൈ എന്ന രീതിയിൽ ഒരുപക്ഷെ മരണം തിരഞ്ഞെടുക്കുകയും തൻ്റെ ജീവിതം ഇത്തരത്തിലേക്ക് മാറ്റുന്നതിന് കാരണക്കാരനായ ഭർത്താവിനെ കൂടി വകവരുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ സ്ത്രീ എത്തിയെന്ന് വേണം നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും കരുതാൻ. മറുവശത്ത് എന്തെങ്കിലും കാരണത്തിലാണ് ഈ സോന ഈ പെട്രോൾ വാങ്ങി വാഹനത്തിൽ വെച്ചത്, അല്ലെങ്കിൽ റിജിൻ സോനയെ കൊണ്ട് വാങ്ങിപ്പിച്ച് വെച്ച ശേഷം എന്തെങ്കിലും ചെയ്താണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കണമുണ്ട്. കാരണം ഈ അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാർ ഓടിക്കൂടി എത്തുമ്പോൾ ഈ മുൻകതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ റിജിൻ നേരെ സമീപത്തുള്ള ഒരു കൊച്ചു കൈത്തോട്ടിലേക്ക് ഇറങ്ങുകയും ശരീരത്തിലെ തീ അണയ്ക്കുകയും ചെയ്യുകയുമാണ് ആദ്യം ചെയ്തത്. അവിടെ ഭാര്യയുണ്ട് എന്നൊക്കെ ചില അവ്യക്തമായ രീതിയിൽ ആളുകളോട് പറഞ്ഞെങ്കിലും അത്ര പ്രകടമായ രീതിയിൽ അക്കാര്യം റിജിൻ പറഞ്ഞിരുന്നില്ല എന്നാണ് അന്ന് നാട്ടുകാർ തന്നെ നമ്മോട് പറഞ്ഞത്. ഒപ്പം പുറകിൽ വലിയ തീ ആളി നിൽക്കുന്ന സാഹചര്യം, റൂഫ് താഴേക്ക് അടർന്നു വീണ് നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് പുറത്തുനിന്നും ആളുകൾ അകത്തേക്ക് നോക്കുമ്പോൾ പുറകിൽ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ അപകടത്തെ ഇത്രമേൽ ദുരന്തപൂർണ്ണമാക്കിയത് എന്നൊക്കെ അയൽവാസികൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ കൃത്യമായി തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ റിജിൻ പുറത്തേക്ക് ഇറങ്ങുകയും ഈ തീ അണച്ച് അല്ലെങ്കിൽ പുറകിലത്തെ ഡോറ് തുറന്ന് ഭാര്യയെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാതിരുന്നതിൽ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് സോനയുടെ കുടുംബം പറയുന്നത്. അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ്. ഈ സോന ഈ പെട്രോൾ വാങ്ങിയത് ഉൾപ്പെടെ ദുരൂഹത ഉണ്ട് എന്നാണ് അവർ ആരോപിക്കുകയും ചെയ്യുന്നത്. അവർ ആരോപിക്കുന്നത് തന്നെയാണ്. ഇതിനകത്ത് അടിമുടി ദുരൂഹതയാണ്. സോന പെട്രോൾ വാങ്ങിയതുൾപ്പെടെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും 65% പൊള്ളലേറ്റാണ് അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത്. ഇടവേളയിലേക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. LDF സർക്കാർ അധികാരം ഒഴിയും മുമ്പാണ് തിരക്കിട്ട് പരോൾ അനുവദിച്ചത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണു സുര എന്നിവർക്കാണ് നിലവിൽ പരോൾ അനുവദിച്ചത്. 20 ദിവസത്തേക്ക് പരോൾ ലഭിച്ച ഇവർ ജില്ലയിലെത്തി. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പരോൾ അനുവദിച്ചതെന്നാണ് ആരോപണം. വളരെ വിഷമത്തിലുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും മാത്രമല്ല, ഇവർ ജയിൽ ശിക്ഷ കിട്ടിയ ഉടനെ തന്നെ 1 മാസം കഴിയുമ്പോൾ തന്നെ ഇവർക്ക് പരോൾ കൊടുക്കാൻ തുടങ്ങിയതാണ്. അത് പിണറായി സർക്കാർ. അതിന് പിന്നെ വീണ്ടും 1 മാസം കഴിയുമ്പോൾ 15 ദിവസം കൊടുത്ത് പിന്നെ 3-ാമത്തെ പ്രാവശ്യമാണ് ഇവർക്ക് പരോൾ കൊടുക്കുന്നത് തുടർച്ചയായി. അപ്പോൾ 15 ദിവസം ജയിലിൽ, 15 ദിവസം പുറത്ത്, ഈ രീതിക്കാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ ഈ ഇടവേളയ്ക്ക്, ഇലക്ഷൻ കഴിഞ്ഞ ഇടവേളയിൽ ഈ ജയിൽ ഉപദേശക സമിതി പി ജയരാജനാണ്, അദ്ദേഹം അനുമതി കൊടുത്തിട്ട് ഈ ഗ്യാപ്പിൽ ഇവർക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ, ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ഇവർ ചെയ്തത്. അപ്പോൾ എല്ലാ ജയിൽ പ്രതികളെയും ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ കൊലപാതകം ചെയ്ത CPM പ്രതികളെല്ലാം ഒക്കെ ഇവർ സൗകര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ജയിലിനകത്തും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെയധികം വിഷമം മാത്രമല്ല, ഇതൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരു സാധ്യതയുണ്ട്. കാരണം എല്ലാ ആൾക്കാരും ഇപ്പോൾ ക്ഷമിക്കില്ല. മുമ്പേ നമ്മുടെ സ്റ്റേഷൻ പരിധിക്ക് അകത്ത് മാത്രമേ, അകത്ത് ഇവർക്ക് വരാൻ പാടില്ല എന്ന നിർദ്ദേശപ്രകാരമാണ് കോടതി പരോൾ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത് അവരെ വീട്ടിലേക്ക് എവിടെയും പോകാമെന്നില്ല രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വലിയ ഒരു കലാപാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവർ ചെയ്തു കൂട്ടുന്ന ഈ വേല
ഇത് ക്രിമിനലുകൾക്ക് ആശ്വാസം നൽകുന്ന ഈ പ്രവണത നാട്ടിൽ തന്നെ വലിയൊരു അന്തഃഛിദ്രം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ വളരെയധികം വിഷമത്തിലും ഒരു കലാപ സന്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലക്കിയ ഒരു കേസാണ്, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. ഈ കഴിഞ്ഞ തവണയിലൊക്കെ തന്നെ 4 മാസത്തിനിടയിൽ തന്നെ 3-4 വട്ടമായിട്ട് ഈ പരോൾ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പിണറായി സർക്കാർ ഒഴിയുന്നതിന് മുമ്പ് ഈ ഒരു കൂട്ടപ്പരോൾ നൽകുമ്പോൾ പോലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെയൊക്കെ പരോൾ ലഭിക്കുമ്പോൾ ബേക്കൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, അവർ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഈ ഒരു കളി അതെങ്ങനെ നോക്കുകയാണ്? ഹരി, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഈ കേസിൽ 10 പേരാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10 പേർക്കും LDF സർക്കാർ ഒഴിയുമ്പോൾ ഏറ്റവും അവസാന നിമിഷത്തിൽ ഇത്തരത്തിൽ പരോൾ അനുവദിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ 5 പേർ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നു. ഇനിയും 5 പേർക്ക് കൂടി പരോൾ അനുവദിച്ചിട്ടുണ്ട്. അവർ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നാട്ടിലേക്ക് എത്തും. ഇങ്ങനെ ഈ പീതാംബരൻ ഈ കേസിൽ 1-ാം പ്രതിയാണ്. പീതാംബരൻ ഉൾപ്പെടെ 10 പേർക്കാണ് ഇപ്പോൾ ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൽ പീതാംബരൻ ഉൾപ്പെടെ ഇപ്പോൾ ജയിലിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കല്യോട്ട് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രധാനമായും കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത് ഇവർക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിക്കരുത്. പീതാംബരന്റെ 3-ാമത്തെ പരോളാണിത്. അത് 20 ദിവസത്തേക്കും 25 ദിവസത്തേക്കും ഒക്കെയായി ഇങ്ങനെ പരോൾ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും ഒരു പ്രതിയെങ്കിലും പുറത്തുണ്ടാകും എന്നൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിന് വിപരീതമായി ഇത്തവണ ഏറ്റവും പ്രധാനം 10 പ്രതികൾക്കും, അതായത് ശിക്ഷിക്കപ്പെട്ട 10 പ്രതികൾക്കും കൂട്ടത്തോടെ ഈ പരോൾ കൊടുത്തു എന്നതാണ്. അതിൽ 5 പ്രതികളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നാലും ഈ പെരിയ കല്ലോട്ട് പ്രദേശങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, UDF സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. UDF സർക്കാരിൽ പ്രധാനമായും മുഖ്യമന്ത്രി VD സതീശൻ ഈ ഒരു വിഷയത്തിൽ സജീവമായി ഇടപെട്ട ആളാണ്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയും സജീവമായി ഇടപെട്ടതാണ്. ഈ കേസിലൊക്കെ വലിയ തോതിൽ ഇടപെട്ട ആളുകളാണ് ഇവർ ഈ ഒരു ഭരണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രതികൾ പുറത്തിറങ്ങിയത് വലിയ ഞെട്ടലോടെയാണ് ഇവർ കാണുന്നത്. അത് നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സർക്കാരിന്റെ അവസാന നാളുകളിൽ അവർ ഇത്തരത്തിലുള്ള പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ജയിൽ ഉപദേശക സമിതിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. കോടതിയിൽ കൃത്യമായ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകി അങ്ങനെയാണ് ഇവർക്ക് പരോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചാൽ അവർ ഈ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷേ ആ റിപ്പോർട്ടിനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യഥേഷ്ടം പരോൾ ഈ പ്രതികൾക്ക് നൽകുന്നതെന്നാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് തന്നെയാണ് കുടുംബം ഇപ്പോൾ നമ്മൾ ഈ ബൈറ്റ് കേട്ടത് സത്യനാരായണനാണ്. കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണനാണ് ഈ കാര്യത്തിൽ കൃത്യമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് തന്നെയാണ് 15 ദിവസം ജയിലിലാണെങ്കിൽ 15ാമത്തെ ദിവസം പിന്നീട് 15 ദിവസം പുറത്ത്, അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാൾ ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പീതാംബരൻ പരോളിൽ വന്നതും പിന്നീട് തിരിച്ച് വീണ്ടും പോയത്. അതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ വീണ്ടും കല്ലോട്ട് എത്തിയിരിക്കുന്നത്. ഇത്തവണ ഇവർക്ക് വീടുകളിലേക്ക് എത്താൻ കഴിയും. അതായത് കല്ലോട്ട് പ്രദേശങ്ങളിലുള്ളവരാണ് ഇതിൽ കൂടുതലും. ആ കല്ലോട്ട് പ്രദേശത്ത് ഇത്തവണ എത്താൻ പറ്റുമെന്നാണ് ഇത്തവണ ഈ ഉപാധി അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് ഇവർക്ക് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് പ്രധാനമായും ഈ ജയിൽ ഉപദേശക സമിതി ഇതിൽ കൃത്യമായി ഇടപെട്ടു. അവർ ആ രീതിയിലുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് കോടതിക്ക് അങ്ങനെ പരോൾ നൽകേണ്ട സാഹചര്യം വന്നത്. അത് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. ഈ ജയിൽ ഉപദേശക സമിതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ അതാണ് ഈ പ്രതികൾക്ക് കൃത്യമായി ഇങ്ങനെ ഒരു പരോൾ ലഭിക്കുന്ന സാഹചര്യത്തിനിടയാക്കിയത്. പ്രധാനമായും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ സെൻട്രൽ ജയിലിൽ നിന്നും ഇവരെ മാറ്റണം, അതായത് അതീവ സുരക്ഷാ ജയിലായ വിയ്യൂറിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഇവർ നേരത്തെ തന്നെ ഉന്നയിച്ചാണ്. പക്ഷേ LDF സർക്കാർ അത് ചെവികൊണ്ടില്ല, അത്തരം നടപടികളിലേക്ക് അവർ കടന്നില്ല. അതിന് പകരം ഇവരെ കൂടുതൽ സമയം പുറത്തേക്ക്, അതായത് പരോൾ നൽകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വലിയ വിവാദമായത്. കൂട്ടത്തോടെ ഇവർക്ക് പരോൾ നൽകിയത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. എറണാകുളം പാര്യത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ അവിടെയുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂക്ഷമാവുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പും പലതവണ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പിന്മാറിയിരുന്നൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഉറച്ചു തന്നെയാണ് നടപടി. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ച വരെയുണ്ട്. അവിടെ കൂടിയിരിക്കുന്ന പ്രതിഷേധക്കാരെ നീക്കുക എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് കാണാം, CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ വരെ അവിടെ ഉണ്ട്. ആ പന്തലിലേക്കാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം. അവിടെ സമരം ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പലതവണ അവിടെ പ്രതിഷേധം ഉണ്ടായതാണ്. മാറില്ല എന്ന് ഉറച്ചു തന്നെ അവിടുത്തെ
നാട്ടുകാർ ഉണ്ടായിരുന്നതാണ്. അപ്പോഴൊക്കെ ഈ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഡാനി, ഇത്തവണ ഉറച്ചാണ് എന്നത് വ്യക്തമാവുന്നു. പ്രതിഷേധങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ നടപടി പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ജലപീരങ്കി പ്രയോഗിക്കുന്നത്. എന്താണ് സാഹചര്യം? ഡാനിയിലേക്ക് വരാം. ശക്തമായ രീതിയിലുള്ള പോലീസ് നടപടികളാണ് നടക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് അവിടെ ഉള്ളത്. എന്തായാലും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ആ സമരപ്പന്തൽ തന്നെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസിൻ്റെ നടപടി. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി. അവിടെ കുന്നും തള്ളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ളവരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് വലിച്ചിഴച്ച് ഇവിടെ നിന്ന് നീക്കുകയാണ്. നേരത്തെ ജലപീരങ്കി ഇവിടേക്ക് പ്രയോഗിച്ചു. ഇതിൽ ഓർക്കുക, ഇതിൽ സമരം ചെയ്തിരുന്നതിൽ കൂടുതൽ സ്ത്രീകളാണ്. പ്രായമുള്ള സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പോലീസ് ഇതിനകത്തേക്ക് സമരപ്പന്തലിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ഓരോരുത്തരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് പോലീസ് സമരക്കാരെ ഓരോരുത്തരെയുമായിട്ട് ഇവിടെ നിന്ന് വലിച്ചഴിച്ച പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് 15ാം തവണയാണ് ഈ ഒരു നടപടിക്ക് വേണ്ടി അഭിഭാഷക കമ്മീഷൻ അടക്കം എത്തുന്നത് എന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ 14 തവണയും പ്രതിരോധിച്ച് നിന്നിരുന്നു. പക്ഷേ ഇക്കുറി പോലീസ് സർവ്വസന്നാഹങ്ങളുമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പോലീസ് വലിയ യൂണിറ്റ് പോലീസ് സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അതിൽ പറഞ്ഞ് സമരക്കാർ ദേഹത്ത് പെട്രോൾ അടക്കം ഒഴിച്ചിട്ട് അതിൽ തൽക്കാലം പോലീസും അഭിഭാഷക കമ്മീഷനും അടക്കം പിന്മാറുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ വൈകുന്നേരത്തോട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളുമായിട്ട് പോലീസ് എത്തുകയും ഇവിടെ നിന്ന് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സമരപ്പന്തൽ അഴിച്ച് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. ഇവിടെ സമരത്തിൽ ഇരുന്നിരുന്ന മുഴുവൻ പേരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളടക്കമുള്ളവരെ പോലീസ് കൊണ്ടുപോകുന്നു. അവരുടെ കുട്ടികളടക്കം ഇതിലുണ്ട്. അമ്മയെ കൊണ്ടുപോകുമ്പോൾ മക്കൾ കാലിൽ പിടിച്ച് നിൽക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പോലീസ് ഇപ്പോൾ കോളനിക്ക് അകത്തേക്ക്, പരിയങ്കാവ് കോളനിക്ക് അകത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. വലിയ പോലീസ് സന്നാഹങ്ങൾ ഇപ്പോൾ ഇതിനകത്തേക്ക്, കോളനിക്കകത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് 2 സ്ത്രീകളെ, അത് ഇവിടെ ഇപ്പോൾ ഈ തറയിൽ വീണ് കിടക്കുന്ന സ്ത്രീകളെ പോലീസ് വലിച്ചഴിച്ച് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കോളനിക്ക് അകത്തേക്ക് കയറുമ്പോഴെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നിരവധി വീടുകൾ ഇതിനകത്തുണ്ട്. ഇവർക്ക് എത്രയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഈ സർവേ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി തങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. തങ്ങളുടെ 4 തലമുറകളോളം ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് തങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു സ്വകാര്യ വ്യക്തി കൊടുത്ത ഹർജിയാണ് ഇപ്പോൾ ഈ ഒരു നടപടികളിലേക്ക് നീങ്ങുന്നത്. കാരണം തങ്ങളുടെ ഭൂമിയിൽ ഇവർ അനധികൃതമായി കുടിയേറിയിരിക്കുകയാണ് എന്നതെല്ലാം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഈ നടപടി. 15 തവണ 2023 മുതൽ ഇവിടെ ഈ നടപടികളിലേക്ക് കമ്മീഷൻ ഞങ്ങൾ ആവശ്യം വീടാണ്. എന്ത് പറയണം?
ഇതിനകത്ത് വിടണല്ലേ സൈഡ് വേണം സൈഡ് വേണം. ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കി ഓരോ ഭാഗത്തു നിന്ന് അഭിഭാഷക കമ്മീഷൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ വീടുകളിലേക്കും ഈ നോട്ടീസ് നൽകുക എന്ന രീതിയിലേക്ക്, നോട്ടീസ് പതിപ്പിക്കുക എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഓരോ വീടുകളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി തന്നെയാണ് ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലുന്നത്. ചിലയിടങ്ങളിൽ ആത്മഹത്യാ ശ്രമങ്ങൾ വരെ ഉണ്ടാകുന്നു. അതിനെ അടക്കം നേരിട്ടുകൊണ്ട് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോലീസ് മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ ഓരോ വീടുകളിലും ചെന്ന് ഈ നോട്ടീസ് അടക്കം പതിപ്പിക്കുക, അവരെ ഒഴിഞ്ഞു പോകുക, സർവേയുടെ ഭാഗമായിട്ട് അത് ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ എന്ന രീതിയിലേക്ക് അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന നിയമ നടപടികൾ, അതിൻ്റെ രീതിയിലുള്ള പരിപാടികൾ, സമര പരിപാടികൾ അടക്കം തുടരുകയായിരുന്നു. 15ാം തവണ ഇപ്പോൾ ഈ അഭിഭാഷക കമ്മീഷൻ ഇവിടേക്ക് എത്തുന്നു. അതിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് കടന്നിരിക്കുന്നു. കോളനിക്കകത്തേക്ക് കടന്ന് ഓരോ വീടുകൾ ഏതൊക്കെയാണ് എന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ വീടുകളാണ് ഇത് നടപടി നേരിടുക, നിയമ നടപടികൾ നേരിടുക എന്നതെല്ലാം ഈ സർവേയുടെ ഭാഗമായിട്ട് പൂർത്തീകരിക്കുകയാണ് അഭിഭാഷക കമ്മീഷൻ. ഓരോ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇത്തരം നടപടികൾ പൂർത്തീകരിക്കുന്നു. എല്ലായിടത്തും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഏതായാലും ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ വലിയ സങ്കടമുണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം അവർ പറയുന്നത്, വീട്ടുകാർ ഓരോരുത്തരായി പറയുന്നത്, തങ്ങൾ കഴിഞ്ഞ നാളുകളായി ഇവിടെ പാർക്കുകയാണ്. എത്രയോ നാളുകളായി തങ്ങളുടെ പൂർവികരുൾപ്പെടെയുള്ളവരുടെ പാർക്കുന്നു. 100 വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ 100 വർഷമായി ഞങ്ങളുടെ പൂർവികർ ഇവിടെയുണ്ട്.
അതിനുശേഷം വന്ന തലമുറകളാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയുകയില്ല. ഇതിൽ ഈ നിയമ നടപടികൾ മുൻനിർത്തിക്കൊണ്ട് തങ്ങളെ കുടിയൊഴിപ്പിക്കും. ഞങ്ങൾ ഈ മാതിരി പെരുമാറ്റം കഴിഞ്ഞ ഈ മാസം ഞങ്ങളെ കഷ്ടപ്പെടാൻ ഇങ്ങോട്ട് തന്നെ സാർ പറ്റില്ല സാറേ, പറ്റില്ല ഞങ്ങൾക്ക് കിടപ്പാട് കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞിട്ട് ചെയ്തോ എന്താന്ന് വെച്ച് കാട്ടിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ കാര്യങ്ങൾ പറ, ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളെല്ലാവരും പഠിച്ചു ഞങ്ങൾ ചെയ്യും. സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കാനും കാണാനുമെല്ലാം തന്നെ കഴിയുന്നത്. കാരണം വർഷങ്ങളായി തങ്ങൾ താമസിക്കുന്നിടങ്ങളിലേക്ക് ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടെ അഭിഭാഷക കമ്മീഷൻ സർവേക്കും മറ്റുമായി കടന്നു വന്നിരിക്കുന്നു. ഇവർ പറയുന്നതനുസരിച്ച് 1 നൂറ്റാണ്ടിലധികമായി തങ്ങളുടെ പൂർവികരടക്കം താമസിക്കുന്ന ആ ഒരു ഭൂമിയാണ്. അവിടേക്കാണ് ഇപ്പോൾ നടപടികളുമായിട്ട് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഇതിനെ പ്രതിരോധിക്കാനെല്ലാം തന്നെ ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പോലീസിന്റെ സഹായത്തോടുകൂടി പോലീസിന്റെ സഹായത്തോടുകൂടി അഭിഭാഷക കമ്മീഷന്റെ നടപടികൾ തുടരുകയാണ്. ഓരോ വീടിനകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളെയാണ് ഇപ്പോൾ സ്ത്രീകൾ കൂട്ടം ചേർന്നുകൊണ്ട് പ്രതിരോധിക്കുന്നത്. അവരെ പിടിച്ചു മാറ്റാനായിട്ട് പോലീസും എത്തിയിരിക്കുന്നു. ഇതിൽ ഓരോ വീട്ടിന് മുന്നിൽ നിന്നും ഓരോരുത്തരെയായിട്ട് പോലീസ് പിടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിനിടയിൽ വാവിട്ട് കരയുന്ന കുട്ടികളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതൊരു 15ാം തവണയാണ് പോലീസ് ഇവിടേക്ക് വരുന്നത്, പോലീസിന്റെ സഹായത്തോടെ അഭിഭാഷക കമ്മീഷൻ വരുന്നത്. പക്ഷേ ഇക്കുറി നടപടികൾ ശക്തമാക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ സുപ്രീം കോടതിയിൽ നിന്നടക്കം നേടിയ അനുകൂല ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തങ്ങൾക്കൊരു ബദൽ നിർദ്ദേശം പോലുമില്ല. തങ്ങൾ ഇത്തരം കാലമായിട്ട് താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ എവിടേക്ക് മാറണം, എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് യാതൊരു രൂപവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇതിൽ കൃത്യമായ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു കോടതി അനുകൂല ഉത്തരവിന്റെ പേരിലാണ് ഈ നടപടികൾ എന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്.
സമരക്കാർ ഇപ്പോൾ രാവിലെ വലിയ രീതിയിലുള്ളൊരു ആളുകൾ ഇവിടെ സംഘടിച്ചിരുന്നെങ്കിലും ഉച്ചയോടുകൂടി ഒരു നടപടികൾ ഉണ്ടാകില്ല എന്നൊരു ധാരണയിലേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴാണ് പോലീസ് സഹായത്തോടുകൂടി നടപടികൾ കർശനമാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇതിൽ സമരക്കാർ പലതവണ ദേഹത്ത് പെട്രോളും മണ്ണെണ്ണയും എല്ലാം തന്നെ ഒഴിച്ചു. അത് അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ വന്ന് അത് നിർവീര്യമാക്കുന്നു. ഇതിനുശേഷമാണ് പോലീസ് ശക്തമായ നടപടികൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിനുശേഷം സമരക്കാർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ജലപീരങ്കി ഉണ്ടായത്. ഇതിന് ശേഷം ഇവരെ ഓരോരുത്തരെയായി പിടിച്ചു മാറ്റുകയായിരുന്നു. വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ് സ്ത്രീകളെ. ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുമെന്നാണ് പോലീസിനോട് അവർ ചോദിക്കുന്നത്. കൃത്യമായ നടപടിയില്ല, എങ്ങോട്ടേക്ക് മാറ്റും, അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം, അതാണ് അവർ ചോദിക്കുന്നത്. ആ വീടിന്റെ മുറ്റത്ത് കൂട്ടത്തോടെ നിൽക്കുന്ന സ്ത്രീകളെയാണ് കാണുന്നത്. കരഞ്ഞു നിലവിളിക്കുകയാണ് അവർ. പോലീസ് വലിച്ചിഴച്ചുകൊണ്ട്, തറയിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ് സ്ത്രീകളെ. ഈ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. മനസ്സ് പിടിച്ചൊലിപ്പിക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 14 തവണയായി പോലീസ് ഇവിടെ എത്തിയിരുന്നെങ്കിൽ തുടർന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. 15ാം തവണ ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് വളരെ ശക്തമായി നീങ്ങുന്നു. സമരപ്പന്തൽ ജലപീരങ്കി ഞങ്ങൾ എവിടെ പോകുമെന്നാണ് ആ സ്ത്രീകൾ ചോദിക്കുന്നത്. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ സംഘർഷമാണ് അവിടെ നടക്കുന്നത്, ഒരു തർക്കവുമില്ല. 100 വർഷത്തിന് മേലെയായി കഴിയുന്നവരാണ്. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? തലമുറകളായി അവിടെ ജനിച്ച് വളർന്നവരാണ്. ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് അവർ സംസാരിക്കുന്നുണ്ട്. വലിയ സംഘം തന്നെ, നിങ്ങൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ സംഘം പോലീസാണ് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത് എന്നതുകൂടി ഓർക്കുക. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യമുണ്ട്. പോലീസ്